ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെക്കുകയാണെങ്കിൽ ആ ഇലക്ട്രിക് ഡൈപോളിൽ അനുഭവിക്കുന്ന ടോർക്കിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഡൈപോൾ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഈ ഒരു ടോപ്പിക് ഹെഡിങ്ങിൽ ഞാൻ 3 കാര്യങ്ങളാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന കാര്യങ്ങളുടെ കോൺസെപ്റ്റ് നമ്മൾ വ്യക്തമായി പഠിക്കാൻ പോവുകയാണ്. അതായത് ടോർക്ക്, ഇലക്ട്രിക് ഡൈപോൾ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഈ 3 കീവേഡ്സിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് മുഴുവൻ. അപ്പോൾ നമുക്ക് എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് ആദ്യം കാണണം. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് നമ്മൾ ഡൈപോൾ വെക്കുന്നതെന്ന് കാണണം. ആ ഡൈപോളിന്മേൽ എങ്ങനെയാണ് ടോർക്ക് ആക്ട് ചെയ്യുന്നത് എന്നും നമുക്ക് കാണണം. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇലക്ട്രിക് ഡൈപോൾ എവിടെയാണ് വെക്കേണ്ടത്? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ. അപ്പോൾ ആദ്യമേ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഫിഗറിലൂടെ വരയ്ക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലോ ഇരുന്നത് ഡയറക്റ്റ് ആയിട്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അങ്ങ് വരച്ചു തരികയായിരിക്കും. പക്ഷെ എങ്ങനെയാണ് ആ വരകൾ, ആ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത് എന്നതുൾപ്പെടെ നമുക്ക് ആദ്യം മുതലേ വരയ്ക്കാം. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരയ്ക്കാം? എന്താണ് യൂണിഫോം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലായിടവും ഒരുപോലെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം എന്ന് വെച്ചാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും എല്ലാം ഒരുപോലെയായിരിക്കും. തന്നിരിക്കുന്ന സ്പേസിൽ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഒരുപോലുള്ള കാര്യത്തിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരയ്ക്കാം എന്നതിനെ പറ്റി മുൻപുള്ള ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് ആണല്ലോ? ആ പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഒരു നെഗറ്റീവ് ചാർജിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുന്നതെന്ന്? ഒരു പോസിറ്റീവ്, ഇവിടെ പ്ലസ് ക്യൂ എന്ന് ഞാൻ അങ്ങ് എടുക്കുകയാണ്. ഒരു പ്ലസ് ക്യൂ ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു മൈനസ് ക്യൂ ചാർജിൽ മാത്രമേ എൻഡ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു മൈനസ് ക്യൂ ചാർജിനെ തേടിയാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് നടക്കുന്നത്. പ്ലസിൽ തുടങ്ങി മൈനസ് വരെ. റൈറ്റ് ആണല്ലോ? അടുത്തതും ഇവിടെ ഞാൻ ഒരു പ്ലസ് ക്യൂ ചാർജ് വെക്കുകയാണ്. സെയിം മാഗ്നിറ്റ്യൂഡ് ആയല്ലോ. അപ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡിൽ നിന്നും പിന്നെയും അടുത്ത ഒരു ഫീൽഡ് ലൈൻ യാത്ര ചെയ്യുകയാണ്. അതെവിടെയാണ് എത്തുന്നത്? അതും മൈനസ് ക്യൂവിൽ തന്നെയാണ് എത്തുന്നത്. അപ്പോൾ ചാർജ് രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്, സൈനിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിനാൽ തന്നെ വരച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡും യൂണിഫോം ആയിരിക്കും. ഈ 2 ഇലക്ട്രിക് ഫീൽഡും തുല്യമായിരിക്കും. പാരലൽ ലൈൻ കാണിച്ചിരിക്കുന്നത് തന്നെ തുല്യമായ യൂണിഫോമായ ഇലക്ട്രിക് ഫീൽഡിനെ വെളിവാക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെയും നമുക്ക് വരയ്ക്കാം. ഒരു പ്ലസ് ക്യൂ ചാർജിൽ നിന്നും ഒരു ഇലക്ട്രിക് ഫീൽഡ് പോവുകയാണ്. എവിടേക്ക്? ഒരു മൈനസ് ക്യൂവിനെ തേടി. പിന്നെയും ഒരു പ്ലസ് ചാർജിൽ നിന്നും പ്ലസ് ക്യൂ ചാർജിൽ നിന്നും പിന്നെയും പോകുന്നു മൈനസ് ക്യൂ ചാർജിലേക്ക്. പിന്നെയും ഒരു പ്ലസ് ക്യൂ ചാർജിൽ നിന്നും ഒരു മൈനസ് ക്യൂ ചാർജിലേക്ക് പോവുകയാണ്. ഈ ഒരു കൺസെപ്റ്റ് ആദ്യമേ പഠിച്ചു വെച്ചോണം. പ്ലസിൽ നിന്നും മൈനസിലേക്ക് ഡിറക്ഷൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഡിറക്ഷന്റെ ഒക്കെ കുറച്ച് കളികൾ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ ഇത് ഭയങ്കര ഉപകാരമായിട്ട് നമുക്ക് തോന്നും. പ്ലസിൽ നിന്നും മൈനസിലോട്ട് ഡിറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷൻ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പൊ എനിക്കിവിടെ മാർക്ക് ചെയ്യാമല്ലോ. ഈ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയതുകൊണ്ട് എല്ലാത്തിനും ഒരേ വാല്യൂ തന്നെയായിരിക്കും. ഈ മനസ്സിലായല്ലോ? അപ്പോൾ ഈ നമ്മൾ മാർക്ക് ചെയ്തു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ലഭിച്ചു. ഒന്നാമത്തെ കടമ്പ സോൾവ് ആയി. രണ്ടാമത്തെ കടമ്പ എന്താണ്? ഈ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എന്ത് പ്ലേസ് ചെയ്യണം? ഒരു ഇലക്ട്രിക് ഡൈപോളിനെ വെക്കണം. അപ്പോൾ ഞാൻ ഇലക്ട്രിക് ഡൈപോളിനെ ഒരു ചെരിച്ചോ നേരെയോ എങ്ങനെ വേണമെങ്കിലും ഞാൻ അങ്ങ് വെക്കുകയാണ്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഇലക്ട്രിക് ഡൈപോളിനെ ഇങ്ങനെ അങ്ങ് വെക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന്റെ ഇവിടെ വഴിയും ഒരു ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്, ഇതിന്റെ മുകളിൽ കൂടെയും ഒരു ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്. ഈ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ പാരലൽ ലൈനിനുള്ളിലായിട്ട് ഞാൻ ഒരു ഡൈപോൾ, ഒരു സ്മോൾ ഡൈപോളിനെ വെക്കുകയാണ്. ഡൈപോളിനെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? അസോസിയേഷൻ ഓഫ് 2 ഈക്വൽ, ഒരു മൈനസ് ക്യൂവും ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ഒരു പ്ലസ് ക്യൂവും കൂടെ ചേർന്നുള്ള ഒരു അസോസിയേഷനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. അതിന്റെ സെപ്പറേഷൻ ഡിസ്റ്റൻസ് എത്രയാണ്? 2a ആണ് അതിന്റെ സെപ്പറേഷൻ ഡിസ്റ്റൻസ്. അതിന്റെ ഡിറക്ഷൻ എങ്ങോട്ടാണ്? മൈനസിൽ നിന്നും പ്ലസിലേക്കാണ് ഇലക്ട്രിക് ഡൈപോളിന്റെ ഡിറക്ഷൻ. ഇലക്ട്രിക് ഡൈപോളിന്റെ ഡിറക്ഷൻ മൈനസിൽ നിന്നും പ്ലസിലേക്കാണ്. എന്നാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ പ്ലസിൽ നിന്നും മൈനസിലേക്കാണ്. ഈ കാര്യവും കത്തിയല്ലോ? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ചാർജ് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ ആ ചാർജിന്മേൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ
ഈ പ്ലസ് ക്യൂവിൽ മേലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ മൈനസ് ക്യൂവിൽ മേലും ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതായത് ഈ ക്യൂവിന്മേൽ അനുഭവിക്കുന്ന ഫോഴ്സിന്റെ വാല്യൂ എഫ് ഈക്വൽസ് ക്യു ഇ എന്നുള്ളതാണ്. ഇവിടെ ഈ ഇ എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ക്യൂ എന്നത് ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡുമാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡിറക്ഷൻ ഉൾപ്പെടെ നമുക്ക് ഈ ഫോഴ്സിനെ മാർക്ക് ചെയ്യാം. സാധാരണ ടെക്സ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്ലസിൽ നിന്നും അവിടേക്ക് എപ്പോഴും മാർക്ക് ചെയ്യുന്നു, മൈനസിൽ നിന്നും ഇവിടേക്ക് എപ്പോഴും മാർക്ക് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഡിറക്ഷൻ വന്നത് എന്നുള്ളത് എപ്പോഴും ഡൗട്ട്, സംശയമായി കിടക്കുന്ന ഒരു കാര്യമാണ്. അതിനെ ഇപ്പോൾ തന്നെ അങ്ങ് ക്ലിയർ ചെയ്തേക്കാം. അപ്പോൾ ഈ പ്ലസിൽ നിന്നും എങ്ങോട്ടാണ് ആ ഫോഴ്സിന്റെ ഡിറക്ഷൻ, എങ്ങനെയാണ് അത് മാർക്ക് ചെയ്യുന്നത്? ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, നമ്മൾ ഈ പ്ലസും മൈനസും ഒക്കെ വരച്ചപ്പോൾ പിന്നീട് അതിനൊരു ഉപകാരം നമുക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പറയുകയുണ്ടായി. ആ ഉപകാരമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ പ്ലസും മൈനസും എപ്പോഴും ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ? അത് അൺലൈക്ക് ചാർജസ് ആയതുകൊണ്ട് എപ്പോഴും അട്രാക്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്ലസ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ പോകുന്നത്? മൈനസിലേക്ക്. അപ്പൊ ഇവിടെ മുഴുവൻ ഉള്ളത് എന്താണ്? മൈനസ്. അപ്പോൾ ഇവിടെ ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ പ്ലസ് ക്യൂവിന് സഞ്ചരിക്കാൻ താല്പര്യമുള്ളത് എങ്ങോട്ടാ? പ്ലസിന് സഞ്ചരിക്കാൻ താല്പര്യമുള്ളത് മൈനസിലേക്ക്. അപ്പോൾ ഈ പ്ലസ് ക്യൂ ചാർജിന്മേൽ അനുഭവിക്കുന്ന ഫോഴ്സിന്റെ ഡിറക്ഷൻ ഈ സൈഡിലേക്കായിരിക്കും. ആ കാര്യം കത്തിയല്ലോ. പ്ലസിന് മൈനസിലേക്ക് സഞ്ചരിക്കാനാണ് ആഗ്രഹം. അതായത് എഫ് ഈക്വൽസ് ക്യു ഇ എന്ന ഡിറക്ഷൻ ഉൾപ്പെടെ എനിക്ക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ എഴുതാൻ പറ്റും. ഫോഴ്സിന്റെ വാല്യൂ ഇവിടെ കിട്ടിയല്ലോ. ഇവിടെയും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ക്യൂ തന്നെയാണ്. സൈൻ കാര്യമാക്കണ്ട, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ക്യൂ തന്നെയാണ്. അതിനാൽ ഇവിടെയും നമുക്ക് ഡിറക്ഷൻ മാർക്ക് ചെയ്യാം. ഇവിടെ മൈനസ് ക്യൂ ചാർജ് ആണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഈ മൈനസ് ക്യൂവിന് എങ്ങോട്ട് സഞ്ചരിക്കാനാണ്? മൈനസ് ക്യൂവിൽ നിന്നുള്ള ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? അതിനെപ്പോഴും പ്ലസിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹം. അപ്പൊ ഇവിടെ പ്ലസ് ഉള്ളത്? എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉത്ഭവിക്കുന്നത് പ്ലസിൽ നിന്നായതുകൊണ്ട് ഇവിടെ ആയിരിക്കും പ്ലസ് അല്ലേ? അപ്പോൾ മൈനസിന് എപ്പോഴും അവിടേക്ക് സഞ്ചരിക്കാനാണ് ആഗ്രഹം. മൈനസ് വിൽ ഓൾവേസ് ട്രൈ ടു അട്രാക്ട് ടു പ്ലസ് ക്യൂ ചാർജ്. അപ്പോൾ ഇവിടെ മൈനസിൽ നിന്നും പ്ലസിലേക്ക് നമുക്ക് ഫോഴ്സിന്റെ ഡിറക്ഷൻ മാർക്ക് ചെയ്യാം. ഈ ഒരു സൈഡിലേക്ക് ഫോഴ്സിന്റെ ഡിറക്ഷൻ മാർക്ക് ചെയ്യുന്നു. എഫ് ഈക്വൽസ് ക്യു ഇ എന്ന ഫോഴ്സിന്റെ മൂല്യവും ഞാൻ എടുത്തെഴുതുന്നു. ഇത്രയും നേരം കൊണ്ട് നമ്മൾ എന്തോരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, എന്തോരം കാര്യങ്ങൾ സോൾവ് ചെയ്തു. ആദ്യം എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായി എന്ന് നമ്മൾ വരച്ചു. പ്ലസിൽ നിന്നും മൈനസിലേക്ക് ഒരേ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് ഒരേ യൂണിഫോമിറ്റിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും നമുക്ക് ലഭിച്ചു. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്മേൽ ഞാൻ 2a ഡിസ്റ്റൻസ് ഉള്ള ഒരു ഡൈപോളിനെ പ്ലേസ് ചെയ്തു. ഒരു ആംഗിൾ തീറ്റ ഉണ്ടാകത്തക്ക രീതിയിൽ ഞാൻ ഒരു ഡൈപോളിനെ പ്ലേസ് ചെയ്തു. ഇവിടെ എല്ലാം തീറ്റ ആംഗിൾസ് ആയിരിക്കും, ഇവിടെയും തീറ്റ ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു തീറ്റ ആംഗിൾ വരത്തക്കത്ത രീതിയിൽ ഞാൻ ഒരു ഡൈപോളിനെ ഇവിടെ പ്ലേസ് ചെയ്തു. ആ ഡൈപോളിന്മേൽ പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും ചാർജുകളുണ്ട്. ആ പ്ലസ് ക്യൂവിൽ അനുഭവിച്ച ഫോഴ്സിന്റെ ഡിറക്ഷൻ മാഗ്നിറ്റ്യൂഡ് സഹിതം ക്യു ഇ സഹിതം ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെയും മാഗ്നിറ്റ്യൂഡ് സഹിതം ആ ഡയറക്ഷനിലോട്ട് മാർക്ക് ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ് ചെയ്തു കഴിഞ്ഞു. ഇനിയും ഈ ഇലക്ട്രിക് ഡൈപോളിന്മേൽ എന്താണ് സംഭവിക്കേണ്ടത്? ടോർക്ക് സംഭവിക്കണം. ആ ടോർക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിലേക്ക് നമുക്ക് കടക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് കൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെപ്പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമതായി, ഈ ഡൈപോളിന്മേൽ ആക്ട് ചെയ്യുന്ന ആകെ തുകയായ ഫോഴ്സ് എത്രയാണ്? അതായത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ഡൈപോൾ. നമുക്കൊന്ന് എടുത്തു നോക്കാം. നെറ്റ് ഫോഴ്സ് ഓൺ ദിസ് ഡൈപോൾ. നെറ്റ് ഫോഴ്സ് ഓൺ ദിസ് ഡൈപോൾ. നിങ്ങൾക്കറിയാം, രണ്ട് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് എങ്ങോട്ടാണ്? എഫ് ഈക്വൽസ് പ്ലസ് ക്യു ഇ. അതായത് ആ ഡിറക്ഷനിലേക്ക്, ഞാൻ മാർക്കും കൂടെ അങ്ങ് ചെയ്യുകയാണ്, ആ ഡിറക്ഷനിലേക്ക് സംഭവിക്കുന്ന പ്ലസ് ക്യൂയും എഫ് ഈക്വൽസ് മൈനസ് ക്യു ഇയും ആണ് ഈ ഡൈപോളിന്മേൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ്. ഒരേ വസ്തുവിന്മേൽ, ശ്രദ്ധിക്കുക, ഒരേ വസ്തുവിന്മേൽ തുല്യവും വിപരീത ഡിറക്ഷനിലുള്ള രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുവാണെങ്കിൽ ആ ഫോഴ്സ് എത്ര ആയിരിക്കും? നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കും? ഈ പ്ലസ് ക്യൂയും മൈനസ് ക്യൂയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് ആൻസർ എത്ര ആയിരിക്കും? 0 ആയിട്ട് മാറും. അപ്പോൾ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 0. നെറ്റ് ഫോഴ്സ് 0 ആയതിനാൽ ഇവിടെ ഒരു കാരണവശാലും ഈ ഡൈപോളിന് ഒരു ലീനിയർ മോഷൻ സാധ്യമാവുകയില്ല. ഫോഴ്സ് ഇല്ലാത്തതിനാൽ ഇതിനൊരിക്കലും ഒരു ലീനിയർ മോഷൻ, നേരെയുള്ള ഒരു മോഷൻ സാധ്യമാവുകയില്ല. സോ ദർ ഈസ് നോ ലീനിയർ മോഷൻ ഓൺ ദിസ് ഡൈപോൾ. പിന്നെ എന്ത് തരം മോഷനാണ് സംഭവിക്കേണ്ടത്? ഈ ഡൈപോളിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് അങ്ങ് കരുതുക. ഞാൻ ചുമ്മാ അങ്ങ് മാർക്ക് ചെയ്യാണ്. ഈ സെന്റർ ഓഫ് മാസ് ഇവിടെയാണ്. ഈ സെന്റർ ഓഫ് മാസിന്മേൽ
ഇതിന് ഒരു റൊട്ടേഷണൽ മോഷൻ നടക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഈ ഡൈപോൾ വേണേ എനിക്ക് ഇങ്ങനെ വെക്കായിരുന്നു, ഇങ്ങനെ വെക്കായിരുന്നു, ഇങ്ങനെ വെക്കായിരുന്നു, എന്തു ആയിക്കോട്ടെ, ഇങ്ങനെ ഞാൻ അങ്ങ് വെച്ചു. ഇങ്ങനെ വെച്ച ആ ഡൈപോളിന് ഇങ്ങനെ വട്ടം കറങ്ങാനേ സാധിക്കത്തുള്ളൂ. ഈ ഒരു ആക്സിസിന്മേൽ തന്നെ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതായത് ലീനിയർ മോഷൻ സാധ്യമല്ല, ഉള്ളി റൊട്ടേഷണൽ മോഷൻ ഓൺ ഇറ്റ്സ് സെന്റർ ഓഫ് മാസ്. ഈ റൊട്ടേഷണൽ മോഷൻ എങ്ങനെയാണ് നടന്നത്? രണ്ട് ഫോഴ്സ് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന്, രണ്ടറ്റത്തിൽ നിന്ന് രണ്ട് ഡിറക്ഷനിൽ സംഭവിക്കുകയാണ്. ഈ രണ്ട് ഫോഴ്സ് തുല്യവുമാണ്. തുല്യമായ രണ്ട് ഫോഴ്സുകൾ രണ്ടറ്റത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അതിന് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്തു മാത്രമേ ചെയ്യാൻ പറ്റൂ? കറങ്ങാൻ മാത്രമേ പറ്റൂ. നമുക്കറിയാവുന്നതാണ്. രണ്ടെണ്ണം, ഒരാൾ അങ്ങോട്ട് വലിക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് വലിക്കുന്നു. എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് കറങ്ങാൻ മാത്രമേ അതിന് പറ്റൂ. ഈ കപ്പിൾ ഓഫ് ഫോഴ്സസ്, രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. ആ രണ്ട് ഫോഴ്സസിനെ എന്ത് വിളിക്കാം? കപ്പിൾ ഓഫ് ഫോഴ്സസ്. കപ്പിൾ ഓഫ് ഫോഴ്സസിന് പറയുന്ന മറ്റൊരു പേരാണ് ടോർക്ക് എന്നുള്ളത്. കപ്പിൾ ഓഫ് ഫോഴ്സസിനെ എന്ത് വിളിക്കാം നമുക്ക്? ടോർക്ക് എന്ന്. അപ്പോൾ ഈ ഒരു ഡൈപോളിന്മേൽ എന്താണ് ആക്ട് ചെയ്യുന്നത്? നെറ്റ് ഫോഴ്സ് അല്ല ആക്ട് ചെയ്യുന്നത്, മറിച്ച് അവിടെ ഒരു കപ്പിൾ ഓഫ് ഫോഴ്സസ്, രണ്ട് ഫോഴ്സ് സെന്റർ ഓഫ് മാസിൽ നിന്നും സംഭവിക്കുകയാണ്. ആ ഡൈപോളിൽ സംഭവിക്കുന്ന ആ ഫോഴ്സിനെ, ആ റൊട്ടേഷണൽ ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ടോർക്ക് എന്ന് വിളിക്കാം. അതിനാൽ തന്നെ ഈ ആംഗിൾ തീറ്റ മാറാം, ഇങ്ങനെ മാറാം, ഇങ്ങനെ മാറാം, ഇങ്ങനെ നേരെയാകാം, പിന്നെയും തിരിയാം, അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കൂ. ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ രണ്ട് ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നതിനാൽ ഈ ഡൈപോളിന് ഒരു കപ്പിൾ ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുകയും സെന്റർ ഓഫ് മാസിൽ ഇങ്ങനെ കിടന്ന് കറങ്ങേണ്ട സ്ഥിതി വരികയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ടോർക്ക് ആക്ടിംഗ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോഴേ നമ്മുടെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. ഇത്രയും സംസാരം ഞാൻ വെച്ചത് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് നമ്മുടെ ഡെറിവേഷനിലേക്ക് കടക്കാം. ഈ ഡെറിവേഷൻ എഴുതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഈ എന്റെ സംസാരമൊക്കെ ഒറ്റ പാരഗ്രാഫിൽ ആദ്യമേ അങ്ങ് തീർത്തോണം. കൺസിഡർ എ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ബ്ല 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 എന്തെങ്കിലും നിങ്ങൾ അങ്ങ് എഴുതി വെച്ചോണം. എന്നിട്ട് ഈ ഫിഗർ നല്ല നീറ്റായിട്ട് വരച്ചിട്ട് നമ്മുടെ ഡെറിവേഷനിലേക്ക് നമുക്ക് അങ്ങ് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? സാധാരണ നമ്മൾ ടോർക്കിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ? നമ്മൾ 11ാം ക്ലാസ്സിലൊക്കെ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷണൽ മോഷനെ പഠിച്ചാണ്. ടോർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് എനി വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു എൻഡ്സ്. കറക്റ്റ് ആണല്ലോ? ഫോഴ്സ് ഇൻറ്റു ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വളഞ്ഞിരിക്കുന്ന ഇങ്ങനത്തെ ഡിസ്റ്റൻസ് ഒന്നുമല്ല, പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനിയും ഫോഴ്സ് നമ്മുടെ വാല്യൂ ഉണ്ട്, എത്രയാണ്? QE. പക്ഷെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നേരെ ഒന്ന് താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ പോരെ? എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യണം? ഈ പോയിന്റ് നിൽക്കുന്നിടം വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. പരിപാടി കഴിഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അങ്ങ് കിട്ടി. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ നമുക്കൊന്ന് പേരും കൂടെ കൊടുത്തേക്കാം അല്ലേ? ഇവിടെ നമുക്ക് അങ്ങ് A എന്ന് പേര് വിളിക്കാം, ഇവിടെ നമുക്ക് B എന്ന് വിളിക്കാം, ഇവിടെ നമുക്ക് C എന്നും വിളിക്കാം. അപ്പൊ ABC എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ തീറ്റ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ വരുന്ന ആംഗിളും തീറ്റ തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ നമുക്കൊന്ന് എടുത്തെഴുതാം. ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? Q ഇൻറ്റു E. ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര? ഇവിടെ മുതൽ മുകളിൽ വരെ BC. ഓക്കെ ആണല്ലോ? ചേടാ പിന്നെയും പുലിവാലി പിടിച്ചല്ലോ. അപ്പൊ നമുക്കിനി ഈ BCയുടെ വാല്യൂയും കൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എല്ലാം മാത്സ്, നമ്മുടെ സിമ്പിൾ മാത്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഫിസിക്സിലുള്ളതല്ലേ, ഒന്ന് കണ്ടുപിടിച്ച് വരുമ്പോൾ അപ്പം നമുക്ക് കിട്ടും അടുത്ത ലെറ്റർ. അപ്പൊ ഇത് നമുക്ക് ഒന്ന് കണ്ടുപിടിക്കണം. BCയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ടോർക്ക് QE ഇൻറ്റു BCനെ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് അങ്ങ് എടുത്തെഴുതുകയാണ്. ഇനി നമുക്ക് BCയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. BCയുടെ വാല്യൂ ഞാൻ ഇങ്ങോട്ട് അങ്ങ് എഴുതുകയാണ്. ടു ഫൈൻഡ് BC, ടു ഫൈൻഡ് ദ സൈഡ് BC അല്ലെങ്കിൽ ഹൈറ്റ് അല്ലേ, ഇവിടെ നിന്ന് നമുക്ക് ഈ സൈൻ തീറ്റയുടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ സൈൻ തീറ്റ എന്നങ്ങ് എടുക്കുകയാണ്. ട്രിഗ്നോമെട്രി നിങ്ങൾക്ക് അറിയാലോ. സൈൻ തീറ്റ വിൽ ബി ഗിവൺ ബൈ ഓപ്പോസിറ്റ് ഓഫ് ദി ആംഗിൾ, ഓപ്പോസിറ്റ് സൈഡ് എത്ര? BC. കണ്ടോ കിട്ടി. BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? AC. പക്ഷെ AC എന്ന് പറയുന്നത് ഡൈപോൾ ലെങ്ത് ആണ്. ആ ഡൈപോൾ ലെങ്ത് എത്രയാണ്? 2A. അപ്പോൾ അത് നമുക്ക് അങ്ങ് എടുത്തെഴുതാം. ഓക്കെ ആണല്ലോ? സൈൻ തീറ്റ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് വേണ്ടത് എന്താണ്? BCനെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ BC ഈസ് ഗിവൺ ബൈ ഈ 2A അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2A സൈൻ തീറ്റ. ഓക്കെ ആയല്ലോ? BC ഈക്വൽസ് 2A
സൈൻ തീറ്റ. അപ്പോൾ ഈ ബി സിനെ നമുക്ക് ഇവിടോട്ടൊന്ന് പ്ലേസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഇതിനെ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോ ഈക്വൽസ് ക്യു ഇ ഇൻറ്റു 2a സൈൻ തീറ്റ എന്ന് ലഭിക്കും. ഇതിനെ ഒന്നുകൂടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ടോ ഈക്വൽസ്, ഈ 2നെ ഞാൻ ആദ്യം ഒന്ന് എടുക്കുകയാണ്. സാധാരണ ഞാൻ എപ്പോഴും ഇത് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്കൊരു ക്വാണ്ടിറ്റി ആയിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. 2 ഇൻറ്റു എനെ ഞാൻ അങ്ങ് എടുത്തെഴുതുന്നു. പിന്നെ ബാക്കി കിടക്കുന്ന ഒരു ക്യൂ ഉണ്ട്, അതിനെ ഇടുന്നു. പിന്നെ ഒരു ഇ അല്ലേ, ഇനെ അങ്ങ് മാറ്റി എഴുതിയേക്കാം, ഇ സൈൻ തീറ്റ. കാര്യം ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എവിടോട്ട് അറേഞ്ച് ചെയ്താലും നോ പ്രോബ്ലം. അപ്പൊ 2aq ഇ സൈൻ തീറ്റ. ഇങ്ങനെ 2aq എന്ന് എഴുതി കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികെട്ടി കാണും, സാർ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തതെന്ന്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, 2aqന് പകരം നമ്മൾ എന്ത് ലെറ്റർ അങ്ങ് കൊടുക്കും? ഞാൻ ഒന്നും പറയുന്നില്ല, പി എന്ന് അങ്ങ് എടുക്കുകയാണ്. എന്താണ് പി? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഗിവൺ ബൈ 2aq. അപ്പോൾ 2aqന് പകരം പി എന്ന് എഴുതി, ബാക്കി കിടക്കുന്നവൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പിന്നൊരു സൈൻ തീറ്റയും. കറക്റ്റ് ആയല്ലോ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഡെറിവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ടോ ഈക്വൽസ് പി ഇ സൈൻ തീറ്റ. എന്ത് എളുപ്പം പ്രൂവ് ചെയ്തല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ഡെറിവേഷൻ കിട്ടി. ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഈ ഫിഗർ എങ്ങനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കഷ്ടപ്പാട്. അത് കഴിഞ്ഞതിന് ശേഷം ഒറ്റയടിക്ക് നമ്മുടെ ഇക്വേഷൻ അങ്ങ് കിട്ടി. ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണോ? നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഒരു സന്തോഷം ആയിക്കോട്ടെ, നമുക്ക് കുറച്ചുകൂടെ ഫിസിക്സ് ഒക്കെ അറിയാമെന്നൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആകട്ടോ, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സിനെ ഒന്ന് സോപ്പിടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോവിനെ ഇങ്ങനെയും കൂടെ നമുക്കൊന്ന് എഴുതാം. എന്താ? പി ക്രോസ് സി എന്ന് അങ്ങ് എഴുതാം. ഈ പി എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, ഇതും ഒരു വെക്ടറാണ്. വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റിനെയാണ് സൈൻ തീറ്റ കൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. എ ക്രോസ് ബിനെ നമ്മൾ എ ബി സൈൻ തീറ്റ എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഈ പി ഇ സൈൻ തീറ്റ എന്ന് കിടക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? പി ക്രോസ് സി അങ്ങ് എടുത്തെഴുതിക്കണം. ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് പടി കിട്ടും? നമ്മുടെ ടീച്ചേഴ്സിന് എന്ത് കിട്ടും? ഇവൻ ഒരു പുലി തന്നെ, ഇവനെല്ലാം അറിയാം, വെക്ടേഴ്സ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് അറിയാം, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തത്. ഇത്രയേ ഉള്ളൂ കാര്യം. ടോ ഈക്വൽസ് പി ഇ സൈൻ തീറ്റ. അതിന് പകരം സൈൻ തീറ്റ ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടി വെക്ടർ പി ക്രോസ് വെക്ടർ ഇ എന്ന് നമ്മൾ അങ്ങ് എഴുതി. പി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്, ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. രണ്ടും വെക്ടർ ആണ്. ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇതിന്മേൽ ആക്ട് ചെയ്യുന്ന ടോർക്ക്, ഈ ഇലക്ട്രിക് ഡൈപോളിന്മേൽ സംഭവിക്കുന്ന ടോർക്ക്. ഈ ടോർക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ നമ്മുടെ വാതിലൊക്കെ സംഭവിക്കത്തില്ലേ? നമ്മൾ വാതിൽ ഈ വ്യാപരി കൊണ്ട് ഹിഞ്ച് കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡിൽ കൊണ്ട് ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മുടെ ഹാൻഡിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ആ വ്യാപരി അല്ലെ ഹിഞ്ചിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാതിൽ ഇങ്ങനെ തുറക്കും, റൊട്ടേഷണൽ മോഷനായിട്ട് ഇങ്ങനെ തുറക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇങ്ങനെ റൊട്ടേഷണൽ മോഷൻ, ഈ സെന്റർ ഓഫ് മാസ് വഴിയായിട്ട് ഇങ്ങനെ റൊട്ടേഷണൽ മോഷൻ സംഭവിക്കുന്നു. നോ ലീനിയർ മോഷൻ. ഇങ്ങോട്ടോ അതിന് പോകാൻ പറ്റില്ല, കാരണം ഫോഴ്സ് രണ്ടും തുല്യവുമാണ്, വിപരീത ഡിറക്ഷനിലുമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെഡിങ് സോൾവ് ചെയ്തു. ഒരു ഇലക്ട്രിക് ഫീൽഡിന്മേൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചാൽ ആ ടോർക്ക് എങ്ങനെ ഉണ്ടായി? ആ ടോർക്കിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ടോർക്കിന്റെ വാല്യൂ എത്രയാണ്? ടോ ഈക്വൽസ് പി ക്രോസ് ഇ. ഇതാണ് ടോർക്കിന്റെ വാല്യൂ. ഈ ടോർക്കിന്മേൽ ചില കണ്ടീഷൻസും ഉണ്ട്. ആ കണ്ടീഷൻസിനെ പറ്റി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.